നമ്മുടെ കരുനാഗപ്പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ് കേട്ടോ. അനധികൃതമായിട്ട് നികത്തിയ നിലങ്ങൾ താണ്ട് തഹസീൽദാരുടെ വിട്ട് വീണ്ടും അത് തണ്ണീർത്തടത്തിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാളെ നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലേ. ഇത് നമ്മുടെ കരുനാഗപ്പള്ളി കോഴിക്കോട് വില്ലേജ് ജംഗ്ഷനിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ കൂടെ തഹസീൽദാർ സുശീല മേഡം ഉണ്ട്. ഇതെന്ന് പറയുന്നത് 2020 നമ്മുടെ ഈ നിലം നികത്തുന്നതിനെതിരെ നമ്മുടെ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് വിവരം കളക്ടർ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 13 പ്രകാരം മണ്ണ് തിരിച്ചെടുത്ത് നിലമാക്കാൻ ഉത്തരവായിട്ടുള്ളതാണ് 2020. അപ്പോൾ ആ ഉത്തരവ് നമുക്ക് ഫണ്ട് ഇത് ചെയ്യുന്നതിനുള്ള ഫണ്ട് ലഭ്യമാകുന്നത് കാരണം ഉത്തരവ് പാലിക്കാൻ പറ്റിയിരുന്നില്ല. ഇനി ഇപ്പോൾ ഒരു സുനിൽ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കക്ഷി ആ ഉത്തരവ് പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലൊരു തണ്ണീർത്തടത്തിലോട്ട് മാറ്റാൻ കളക്ടറുടെ ഉത്തരവായിരുന്നതാണ്. ആ ഉത്തരവ് പാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിലാണ് ഇതിപ്പം തിരിച്ച് വീണ്ടും തണ്ണീർത്തടത്തിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പല പ്രാവശ്യം ഇത് കൊടുത്തിട്ടുള്ളതാണ്, ഇത് മാറ്റി തരണമെന്ന് പറഞ്ഞ്. അതായത് കളക്ടറുടെ ഉത്തരവ് നേരത്തെ ഉള്ളതാണ്, 2020 തന്നെ ഉത്തരവുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. അതല്ലേ അവസാനം പിന്നെ ഇപ്പം നിങ്ങളായിട്ട് ഇടപെട്ട് തന്നെ വീണ്ടും ഇത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇപ്പൊ കളക്ടർ നിർദ്ദേശപ്രകാരമാണ് ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മാറ്റി പൂർവ്വസ്ഥയിലാക്കണമെന്ന് പറയുന്നത്. അതല്ലേ. അപ്പോൾ താണ്ടെ നിലം താണ്ടെ വീണ്ടും തണ്ണീർത്തടത്തിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. താണ്ടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടില്ലേ, ഇവിടെ ഒരു സ്ക്രാബിന്റെ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഷോപ്പാണ് താണ്ടെ, ഈ ഷോപ്പ് നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഇടപെട്ട് ഇപ്പോൾ മണ്ണും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിന്റെ ആൾക്കാരുടെ അടുത്തേക്ക് ഇത് ചോദിക്കാം. എന്നാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു മാറ്റണമെന്നുള്ളതൊക്കെ? മാറ്റണമെന്ന് കോടതി നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞില്ല. ഇതിന്റെ ഓണർ 2 ദിവസം മുമ്പ് ഒന്ന് പറഞ്ഞായിരുന്നു. 2 ദിവസം മുമ്പാണ് പറഞ്ഞത്. 2 ദിവസം മുമ്പ് ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ 2 ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും വലിയൊരു സംഭവം മാറ്റി നടക്കത്തില്ല അല്ലേ? പറ്റത്തില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് അവരുടെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. വില്ലേജ് ഓഫീസറും തഹസീൽദാരും എല്ലാവരും വന്ന് ഇത് പെട്ടെന്ന് കോരി JCB വെച്ച് മാറ്റുക. നമുക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടമാണ്. നമ്മൾ ഗൾഫിൽ നിന്ന് വന്ന് ഇത് ലോണൊക്കെ എടുത്ത് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. അന്നേരം പിന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേട്ടല്ലോ, നമ്മുടെ ഇതിന്റെ വസ്തുവിന്റെ ഓണർ നേരത്തെ വന്ന് ഇവർക്ക് പറഞ്ഞിട്ടുണ്ട്, 2 ദിവസം മുമ്പ് ഇവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ മാറ്റാൻ തുടങ്ങിയതിന് മുമ്പ് തന്നെ നമ്മുടെ ഗവൺമെന്റ് ഇടപെട്ട് ഇപ്പോൾ അവർ അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി. അതിനിടയ്ക്കൂടെയൊക്കെ അവർ താർതിയായിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റുന്നൊക്കെ ഉണ്ട്. എങ്കിലും ലക്ഷക്കണക്കിന് നഷ്ടമുണ്ടല്ലേ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മറ്റൊന്നുമല്ല, ഗവൺമെന്റ് ഉത്തരവ് നടപ്പിലാക്കാനുള്ള ഒരു കാര്യമാണ് ഇവിടെ ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അതിന്റെ ഉത്തരവ് നടപ്പിലാക്കാതിരിക്കാൻ കഴിയത്തില്ല. അവരതിന്റെ പേരിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ഇവിടെ ഒരു വൈദ്യുതിപ്പിഴപ്പിന് വേണ്ടി ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു ആക്രിക്കട അല്ലെങ്കിൽ ഒരു സ്ക്രാബിന്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ നടത്തിയ ഇവർക്കാണ് കേട്ടോ. കാര്യം ഇവർക്ക് 2 ദിവസം മുമ്പാണ് ഇത് മാറ്റാനുള്ള ഒരു അറിയിപ്പ് ലഭിച്ചത്. പക്ഷേ വളരെ പെട്ടെന്ന് ഇത്രയും വലിയൊരു സ്ക്രാബിന്റെ ഷോപ്പിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ മാറ്റുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അതിന്റെ പേരിൽ തന്നെ വലിയ രീതിയിലുള്ള നഷ്ടം തന്നെയാണ് ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തഹസീൽദാർ സുശീല ആർ, ഡെപ്യൂട്ടി തഹസീൽദാർമാരായ സജി ബി, അരുൺലാൽ MD, AR അനീഷ്, അയനിവലികുളങ്ങര വില്ലേജ് ഓഫീസർ അജയ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് ഇതിന് നേതൃത്വം വഹിച്ചത്. വർഷങ്ങളായിട്ട് നികത്തി നടക്കുന്ന ഒരു പുരയിടമാണിത്. പക്ഷേ ഇപ്പോൾ തഹസീൽദാരും കളക്ടറും ഒക്കെ പറയുന്നത് പറഞ്ഞാൽ ഇത് അനധികൃതമായിട്ടാണ് നികത്തിയിരുന്നത്. ഒരുപാട് പ്രാവശ്യം അതിന്റെ ഓണറെ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കക്ഷി വേണ്ട രീതിയിലുള്ള ഒരു തീരുമാനമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ കളക്ടറും അതേപോലെ തഹസീൽദാരും വില്ലേജ് ഓഫീസറും ഒക്കെ ഇടപെട്ടിട്ട് ഇപ്പോൾ ആ ഒരു നിലം ആ ഒരു പഴയ ഒരു നിലത്തിന്റെ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെല്ലാ ആൾക്കാർക്കും ഒരു പാഠമാകണം. അങ്ങനെയൊക്കെ ആൾക്കാർ ആരെങ്കിലും ഒക്കെ നികത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പണി നിങ്ങൾക്കും വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ ഗവൺമെന്റിനെ സമീപിച്ചിട്ട് വേണ്ട രീതിയിലുള്ള ഒരു ഉത്തരവും കാര്യങ്ങളൊക്കെ മേടിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നത് നല്ലതാണ് കേട്ടോ.